السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 253 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 253 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. كذلك أرسلناك في أمة قد خلت من قبلها أمم لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب. ولو أن قرآنا صيرت به الجبال وقطعت به الأرض وكلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. ولقد استهزئ برسل من قبلك فأمليت للذين كفروا ثم أخذتهم فكيف كان عقاب. أفمن هو قائم على كل نفس بما كسبت وجعلوا لله شركاء قل سموهم أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له من هاد لهم عذاب في الحياة الدنيا ولعذاب الآخرة أشق ما لهم من الله من واق. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 13 അധ്യായം സൂറത്തുർ റഅദിലെ 29 മുതൽ 34 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13ാമത്തെ ജുസിൽ 253 പേജ്. അള്ളാഹുവിനെ വിശ്വസിച്ച് അവനെ അംഗീകരിച്ച് അവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിജയവും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാവൂ എന്നാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ആയത്താണ് നമ്മൾ അവസാനം പഠിച്ചത് അല്ലേ? അത്തരക്കാർക്ക് നല്ല പ്രതിഫലവും മികച്ച സങ്കേതവുമുണ്ട് എന്നാണ് ഇനി 29 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. الذين آمنوا സത്യം വിശ്വസിച്ച ആളുകൾക്ക്, വഅമിലു സ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക്, തൂബാ ലഹും അവർക്കാണ് സൗഭാഗ്യം, വഹുസ്നു മആബ് അത്യുദാത്ത സങ്കേതവും നല്ല മടക്ക സങ്കേതവും, മടങ്ങി ചെല്ലുമ്പോൾ നല്ല സങ്കേതം കിട്ടുന്നതും അവരാണ്. പിന്നെ അവരാണ് സൗഭാഗ്യമുള്ള ആളുകൾ. തൂബ എന്നൊക്കെ പറഞ്ഞാൽ സൗഭാഗ്യം എന്ന് നമുക്ക് അർത്ഥം പറയാം. സന്തോഷം, അവർക്ക് വളരെ ആഴത്താണ്, വലിയ ഭാഗ്യമുള്ള ആളുകളാണ് അവരെന്നർത്ഥം. വഹുസ്നു മആബ് അത്യുദാത്ത സങ്കേതവും അവർക്കാണ്, ഉദാത്തമായ വളരെ ഉദാത്തമായ സങ്കേതവും അവർക്കാണ്. 30ാമത്തെ ആയത്ത് നോക്കൂ. മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഇത് പുതിയ ഒരു ഏർപ്പാടൊന്നുമല്ല. അതുപോലെയാണ് ഈ സമുദായത്തിലേക്ക് അങ്ങയെ നാം നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നാം എത്തിച്ചു തരുന്ന സന്ദേശങ്ങൾ
അവരുടെ നന്മക്ക് വേണ്ടി അവരെ കേൾപ്പിക്കാനാണ് അങ്ങയെ അയച്ചത്. സത്യത്തിൽ അങ്ങയുടെ ഈ നിയോഗം അവർക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതിന് നന്ദി കാണിക്കുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനു പകരം പരമകാരുണികനായ ഇത്രയും വലിയ റഹ്മത്ത് നൽകിയ അള്ളാഹുവിനെ അവിശ്വസിച്ച് നന്ദിയേട് കാണിക്കുകയാണ് അവർ ചെയ്തത്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാം അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പ്രബോധന ദൗത്യവുമായി മുന്നേറണം. ഇതാണ് 30-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كذلك أرسلناك في أمة قد خلت من قبلها أمم لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب. كذلك അപ്രകാരം അർസൽനാക നാം താങ്കളെ നിയോഗിച്ചിരിക്കുന്നു, അയച്ചിരിക്കുന്നു, ഫി ഉമ്മത്തിൻ ഒരു സമുദായത്തിലേക്ക്, ഖദ് ഖലത് കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹ അതിനു മുമ്പ്, ഉമമുൻ ഒരുപാട് സമുദായങ്ങൾ. അപ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം നേരത്തെ കഴിഞ്ഞുപോയ വിവിധ ജനസമൂഹങ്ങളെപ്പോലുള്ള ഒരു സമുദായത്തിലേക്കാണ് നാം താങ്കളെ നിയോഗിച്ചത്. എന്തിനാണ് നിയോഗിച്ചത്? ലിതത്ലുവ അങ്ങ് പാരായണം ചെയ്തു കൊടുക്കാനായി, അലൈഹിം അവർക്ക്. എന്താ പാരായണം ചെയ്തു കൊടുക്കേണ്ടത്? അല്ലദീ ഔഹൈനാ ഇലൈക നാം നിങ്ങൾക്ക് വഹി നൽകുന്ന സന്ദേശങ്ങൾ അതവർക്ക് ഓതിക്കൊടുക്കാനായി, പാരായണം ചെയ്തു കൊടുക്കാനായിട്ടാണ് താങ്കളെ നിയോഗിച്ചത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വഹും അവർ യക്ഫുറൂന ബിർറഹ്മാൻ കരുണാമയനായ അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കരുണാമയനായ അള്ളാഹു നിഷേധിച്ചു കൊണ്ടിരിക്കെ അവർക്ക് അള്ളാഹുവിൻ്റെ വഹയികൾ ഓതിക്കൊടുക്കാൻ വേണ്ടി താങ്കളെ നാം മുമ്പ് നിയോഗിച്ച പല സമുദായങ്ങളെയും പോലെ, മുമ്പ് പല സമുദായങ്ങളിലേക്കും നിയോഗിച്ച പ്രവാചകന്മാരെ പോലെ. അതുകൊണ്ട് അവർ നിഷേധിക്കുകയായിരുന്നു. താങ്കളത് കാര്യമാക്കേണ്ടതില്ല. താങ്കൾ ചെയ്യേണ്ടത് എന്താ? പ്രബോധന ദൗത്യമായി മുന്നോട്ട് പോകുക, എല്ലാ കാര്യങ്ങളും അള്ളാഹു അർപ്പിക്കുക. എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് ഉച്ചസ്ഥരം പറയുക. ഖുൽ നബി അങ്ങ് പ്രഖ്യാപിക്കണം, അങ്ങ് പറയണം, ഹുവ റബ്ബി അവൻ എൻ്റെ രക്ഷിതാവാണ്, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ വേറെ ഒരുപാട് ആരാധനമാരൊന്നുമില്ല. അലൈഹി തവക്കൽതു അവനിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈഹി മതാബ് അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും. മതാബ് എന്ന് പറഞ്ഞാൽ മടക്കം. മനുഷ്യ സമൂഹത്തിൻ്റെ സന്മാർഗ പ്രാപ്തിക്കും ഐഹികവും പാരത്രികവുമായ വിജയത്തിനും വേണ്ടി മുൻ സമുദായങ്ങളിലേക്കെല്ലാം അള്ളാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ച പോലെ ആ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ്. എന്തിന്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിരോധങ്ങളുമൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി. അതാണ് അവിടുത്തെ ചുമതല. അതാണ് കദാലിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മുൻ സമുദായങ്ങളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ച പോലെ അങ്ങേ സമൂഹത്തെ നിയോഗിച്ചു. നമ്മൾ സാമാന്യമായി ഇവിടെ നിന്ന് ചിന്തിച്ചു നോക്കും, എത്ര വലിയൊരു നിഅമത്താണിത്. മനുഷ്യനെ അല്ലാഹു തആല പടച്ചു, അല്ലേ? എന്നിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. വായു, വെള്ളം, ഭക്ഷണം, പാർപ്പിടം, ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ, സജ്ജീകരണങ്ങൾ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല തയ്യാറാക്കി. ഇതിനൊക്കെ പുറമെ ഈ രണ്ട് ലോകത്തും, ഇഹലോകത്തും പരലോകത്തും ആളുകൾ പരാജിതരാകരുത് എന്നു കരുതിയിട്ട് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കാൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഇത് ചെറിയ അനുഗ്രഹമാണോ? അല്ലേ? അതോ വലിയ അനുഗ്രഹമാണോ? ഇത് ചെറിയ അനുഗ്രഹമാണോ? അല്ല, വലിയ അനുഗ്രഹമാണിത്. പക്ഷേ ആളുകൾ ഈ ഒരു നിഅമത്തിനെ, ഈ റഹ്മത്തിനെ മുഖവിലക്കെടുക്കുന്നില്ല. അവർ ഇത്രയും റഹ്മത്ത് ചൊരിയുന്ന അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടമല്ലാതെ വേറെന്ത് പറയാൻ? സഹതാപമല്ലാതെ എന്താണ് ഇവരോട് തോന്നേണ്ടത്? ഏതായാലും അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിഷേധികൾ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ, താങ്കൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മഹത്വം ഉറക്കെ പറയണം. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഉറക്കെ പറയണം. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞേക്കൂ. എൻ്റെ മടക്കം അവങ്കിലേക്ക് തന്നെയാണ് എന്നും പറഞ്ഞേക്കൂ. എന്നിട്ട് നിങ്ങൾ പ്രബോധന ദൗത്യം തുടർന്നു പോകും. ഈ ആയത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ദീനിൻ്റെ മൂലശിലകളാണ് പറഞ്ഞത്. ഏതൊരു സൃഷ്ടിയെയും പടച്ചതും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാഹു.
അലൈഹി തവക്കൽ. ഇപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടേക്കാം, ദീനദാവത്തിന്റെ ഇടയിലും സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്തെല്ലാം അനുകൂലമായ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടോ, നിങ്ങൾ ബേജാറാണ്ട, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചേക്കൂ, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചേക്കൂ, തവക്കുൽ ചെയ്തേക്കൂ. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവസാനം ചെല്ലേണ്ടത് കൊടുക്കാം, അള്ളാഹുവിൻ്റെ അടുക്കേക്ക് തന്നെയാണ്. അവസാനം അടക്കസ്ഥലം, ആശ്രയ കേന്ദ്രം അള്ളാഹു മാത്രമാണ്. അപ്പോൾ വളരെ വലിയ വിഷയമാണ് ചെറിയൊരായത്തിലുള്ളത് പറഞ്ഞതെന്നർത്ഥം. 31-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമാണ് ഇനി പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അതിമഹത്തായ ഗ്രന്ഥമാണ്, വലിയ അമാനുഷിക ശക്തിയുള്ള ഗ്രന്ഥമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ദിവ്യഗ്രന്ഥത്തിൻ്റെ പാരായണം കൊണ്ട് പർവ്വതങ്ങൾ ഇളകി നടക്കുകയോ ഭൂമി തുണ്ടം തുണ്ടമാകുകയോ മരിച്ചവർ എഴുന്നേറ്റ് സംസാരിക്കുകയോ ചെയ്യുമെങ്കിൽ അതിന് പറ്റിയത് ഈ ഖുർആൻ തന്നെയാണ്. അത്രയും ശ്രേഷ്ഠമാണ് എന്നർത്ഥം, അത്രയും പവറുള്ള ഗ്രന്ഥമാണ്. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഖുർആൻ കാരണവും അതൊക്കെ സംഭവിക്കാമായിരുന്നു. കാരണം എല്ലാറ്റിനെയും കവച്ചു വെക്കുന്ന അനിഷേധ്യ പ്രമാണമാണ് പരിശുദ്ധമായ ഗ്രന്ഥം. വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഗ്രന്ഥമാണിത്. ഇത്രയും പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു ഗ്രന്ഥം നിഷേധികളുടെ മുമ്പിൽ വെച്ചു കൊടുത്തപ്പോൾ അവരത് നിഷേധിച്ചു. കാരണം അവരുടെ ഹൃദയങ്ങൾ പാറ പോലെ കടുത്തുപോയിരുന്നു. അതുകൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടില്ല. മഹാത്ഭുതങ്ങൾ നിറഞ്ഞതായിട്ടും ഈ ഖുർആൻ അവർ പരിഗണിക്കുന്നില്ല, അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചോദിക്കുകയാണ്, ഈ ഖുർആൻ സത്യമാണ് എങ്കിൽ എന്തുകൊണ്ട് നീ ഇന്ന ഇന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നില്ല? അതാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യം ന്യായമല്ല. ആ ചോദ്യം അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിഷേധിക്കുന്നത്, ഖുർആൻ നിഷേധിക്കുന്നത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഏതെങ്കിലും പോരായ്മയോ ന്യൂനതയോ കുറവോ കൊണ്ടല്ല, അവരുടെ ധിക്കാര മനസ്ഥിതി കൊണ്ട് മാത്രമാണ്. അവർ ചോദിക്കുന്ന ഏത് ദൃഷ്ടാന്തം കാണിക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം അസംബന്ധങ്ങൾക്ക് താങ്കൾ ചെവി കൊടുക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണ് സർവ്വകാര്യങ്ങളുടെയും നിയന്ത്രണവും അധികാരവും. അള്ളാഹു വേണമെന്ന് ഉദ്ദേശിച്ചാൽ ഇവരടക്കം എല്ലാവരും സത്യം വിശ്വസിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സന്മാർഗം നേടുന്നവരും അതിന് സന്നദ്ധതയുള്ളവരും ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിനറിയാം. അത്തരക്കാർ വിശ്വസിക്കും, അവരെ അവൻ സന്മാർഗത്തിലേക്ക് ചേർക്കുകയും ചെയ്യും. ഈ വസ്തുത ശരിക്ക് സത്യവിശ്വാസികൾക്കും ശരിയായിട്ട് അറിയാം. മനസ്സിലാണ്ടോ? ഈ വസ്തുത എല്ലാവർക്കും അറിയാം, മുനികൾക്കും അറിയാം, അല്ലാത്തവർക്കും അറിയാം. സത്യം നിഷേധിക്കുന്ന ആളുകൾക്കും ഈ വിഷയം അറിയാം. അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നതൊക്കെ കാണണമെന്നത് അവരുടെ ദുശ്ശാഠ്യം മാത്രമാണ്. ആവശ്യപ്പെടുന്നതെല്ലാം കാണിച്ചു കൊടുത്താൽ തരക്കേടില്ല എന്ന് അങ്ങും കരുതേണ്ട. നിങ്ങൾ കുറേ ഇങ്ങനെ പറയുമ്പോൾ തങ്ങൾക്കും തോന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനൊന്നും ഉണ്ടായ തരക്കേടില്ല, മൂസാ നബിൻ്റെ ഒരു വടി ഉണ്ടായ തരക്കേടില്ല, അങ്ങനെ ഒരു ദൃഷ്ടാന്തം അത് അങ്ങ് കാര്യമാക്കേണ്ടതില്ല. അങ്ങനൊന്നും ഉണ്ടായ തരക്കേടില്ല എന്ന് അങ്ങും കരുതേണ്ടതില്ല. കാരണം അത് നിഷ്ഫലമായിരിക്കും, ഫലമില്ലാത്ത പണിയാണ്. കാരണം എന്താ? മൂസാ നബി അലൈഹി സ്വലാം അതേപോലെയുള്ള വലിയൊരു ദൃഷ്ടാന്തം കൊടുന്നപ്പോൾ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറി. എന്നിട്ട് ഫിർഔൻ എന്താ പറഞ്ഞത്? അവൻ വലിയ ആഭിചാരകനാണ്, സാഹിറാണ്. അംഗീകരിച്ചോ? ഇല്ല. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ വിശ്വസിക്കുമെന്നത് വെറുതെയാണ്. അപ്പോൾ അവർ വെറുതെ പറയണത് അങ്ങ് കാര്യമാക്കേണ്ടതില്ല. നിഷേധികളായ ഈ ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കുക എന്നതിൽ എന്തെങ്കിലും പ്രതീക്ഷ വകയുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, അത് ആശ മുറിഞ്ഞ കാര്യമാണ്. ഇനി സംഭവിക്കുക എന്താണ്? അതും അല്ലാഹു തആല പറയുന്നുണ്ട്, ഇവർ ഉന്മൂലനം ചെയ്യപ്പെടും. സത്യനിഷേധികൾ ഉന്മൂലനം ചെയ്യപ്പെടും. ഇസ്ലാം വിജയക്കൊടി നാട്ടുകയും ചെയ്യും. ഇസ്ലാം ജയിച്ചു കയറും. ഇസ്ലാം ജയിച്ചു കയറുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം സാക്ഷാത്കൃതമാകും. അതുവരെ സ്വൈരമായി ജീവിക്കാൻ തന്നെ അവിശ്വാസികൾക്ക് കഴിയണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർക്കിടയിൽ തന്നെയോ അല്ലെങ്കിൽ അവർക്ക് സ്വൈരജീവിതം സാധ്യമല്ലാത്ത വിധം അവരുടെ സമീപ പ്രദേശങ്ങളിലോ എന്തെങ്കിലുമൊക്കെ മഹാവിപത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ചെയ്തികൾ കാരണം പലതരത്തിലുള്ള വിപത്തുകളും ആപത്തുകളും മേൽക്കുമേൽ അവരുടെ മേൽ വന്നുകൊണ്ടിരിക്കും. ഉദാഹരണമായി ബദറിൽ സംഭവിച്ച നമ്മൾ കണ്ടല്ലോ. പല വൻ തോക്കുകളും കൊല്ലപ്പെട്ടു, പലരും തടവിലായി, അവർ അമ്പയെ പരാജയപ്പെട്ടു.
അതിനുശേഷമുള്ള പല യുദ്ധങ്ങളിലും നില അങ്ങനെ തന്നെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ജയിപ്പിക്കും എന്ന വാഗ്ദാനം പൂർത്തിയാകുന്നത് വരെ ആ ബുദ്ധിമുട്ടുകളും ആപത്തുകളും അവരെ സംബന്ധിച്ചിടത്തോളം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാ പൂർത്തിയായത് മക്ക വിജയത്തോടു കൂടി അള്ളാഹുവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമായി. ശിർക്കിൻ്റെ അവിശ്വാസികളുടെ പരാജയം അതോടെ പൂർത്തിയായി. ചരിത്രം അതിന് സാക്ഷിയാണ്. മക്ക വിജയം നടക്കുന്നത് വരെ ഈ പറയപ്പെട്ട സത്യനിഷേധികളെ ആളുകൾ പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരുന്നു. യുദ്ധങ്ങളായിട്ട്, ക്ഷാമമായിട്ട്, പല പ്രയാസങ്ങളും നേരിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നിരന്തരം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവർ വിശ്വസിക്കും എന്നൊരു പ്രതീക്ഷയിന് വേണ്ട. അവർ ഈ വിജയം നടക്കുന്നത് വരെ, മക്കമ്പത്ത് നടക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വെന്നിക്കൂടി ഉയരുന്നത് വരെ അവരെന്ത് ചെയ്യും? ഇതേപോലെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളും അങ്ങനെ കഴിഞ്ഞുകൂടും. ഒരു സ്വൈരം സ്വത്വത അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല. മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ തരക്കേടില്ല എന്ന് കരുതേണ്ടതില്ല. ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അവർ മുമ്പിലുണ്ട്. കാരണം ഖുർആൻ അതിമഹത്തായ ഗ്രന്ഥമാണ്. ഏതെങ്കിലും ഒരു പർവ്വതം ഒരു ഗ്രന്ഥത്തിൻ്റെ പാരായണം കൊണ്ട് ഇളകി നടക്കുമെങ്കിൽ അത് ഖുർആൻ കൊണ്ട് നടക്കുമായിരുന്നു. ഏതെങ്കിലും ഗ്രന്ഥത്തിൻ്റെ പാരായണം കൊണ്ട് ഭൂമി തുണ്ടം തുണ്ടമാവുമെങ്കിൽ ഖുർആന്റെ ശക്തി കൊണ്ട് അത് നടക്കുമായിരുന്നു. ഇത്രയും വലിയ ദൃഷ്ടാന്തമാർ മുമ്പിലുണ്ട്, എന്നിട്ട് അത് അംഗീകരിക്കില്ല. പിന്നെ ഞാൻ അംഗീകരിക്കുന്ന പ്രതീക്ഷയും വേണ്ട. അത് ആശം കുറഞ്ഞ കാര്യമാണ് എന്ന് അല്ലാഹു തആല പറയും. നോക്കാം, ഇനി നമുക്ക് ആയത്ത് കൃത്യമായി പഠിക്കാം. നോക്കുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർദു ഔ കുല്ലിമ ബിഹിൽ മൗതാ ബൽ ലില്ലാഹിൽ അംറു ജമീഅ അഫലം യഅസിൽ ലദീന ആമനൂ അൻ ലൗ യശാഉല്ലാഹു ലഹദൻ നാസ ജമീഅ ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. നോക്കൂ, വലൗ അന്ന ഖുർആനൻ, പാരായണം നിർവഹിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം വഴി, സുയ്യിറത് ബിഹി, അതുവഴി സഞ്ചരിപ്പിക്കപ്പെട്ടാൽ, അൽ ജിബാലു, പർവ്വതങ്ങൾ. അപ്പോൾ പാരായണം നിർവഹിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം വഴി പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുകയോ, ഔ അല്ലെങ്കിൽ ഖുത്തിഅത് ബിഹി, അതുവഴി തുണ്ടം തുണ്ടമായി കഷ്ണിക്കപ്പെടുകയോ, അൽ അർദു, ഭൂമി തുണ്ടം തുണ്ടമായി കഷ്ണിക്കപ്പെടുകയോ, ഔ അല്ലെങ്കിൽ കുല്ലിമ ബിഹി, ആ ഗ്രന്ഥം വഴി സംസാരിക്കപ്പെടുകയോ, അൽ മൗതാ, മരണപ്പെട്ടവരോട്. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ, എങ്ങനെയൊക്കെ? വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ, പാരായണം നിർവഹിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം വഴി പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുകയോ, ഔ ഖുത്തിഅത് ബിഹിൽ അർദു, അല്ലെങ്കിൽ ഭൂമി തുണ്ടം തുണ്ടങ്ങളായി കഷ്ണിക്കപ്പെടുകയോ, ഔ കുല്ലിമ ബിഹിൽ മൗതാ, അല്ലെങ്കിൽ പരേതരായ ആളുകളോട് സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ, അവിടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? എങ്ങനെ മനസ്സിലാക്കണം? അത് ഈ ഖുർആൻ തന്നെയായേനെ, അത് ഈ ഖുർആൻ വഴിയായേനെ. എന്നാലും സത്യനിഷേധികൾ വിശ്വസിക്കുകയില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പാരായണം നിർവഹിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം, ആ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ട് ഏതെങ്കിലും ഒരു പർവ്വതങ്ങളെ ഇളകി അതിൻ്റെ സ്ഥാനത്ത് നടത്തപ്പെടുകയോ, അത് വലിയൊരു അത്ഭുതമുള്ള സംഗതിയല്ലേ? അല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെടുകയോ, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളോട് ആ ഗ്രന്ഥം വഴി സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നു എങ്കിൽ അത് ഈ ഖുർആൻ കൊണ്ടായേനെ. അത്രയും ശക്തിമത്താണ് ഈ പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ടും ഇത്രയും ശക്തി ഖുർആൻ ഉണ്ടായിട്ടും, പർവ്വതങ്ങളെ ഇളക്കി നടത്താനുള്ള ശക്തി ഉണ്ടായിട്ടും, ഭൂമിയെ തുണ്ടം തുണ്ടമായി മുറുക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും, പരേതരോട് സംസാരിക്കപ്പെടാനുള്ള ശക്തി ഉണ്ടായിട്ടും സത്യനിഷേധികൾ വിശ്വസിക്കുന്നില്ല. അല്ലാഹു തആല പറയാം, അവർ വിശ്വസിക്കാത്തത് ദൃഷ്ടാന്തങ്ങളെ കുറവുകൊണ്ടൊന്നുമില്ല. നിങ്ങളോട് വേറെ കുറേ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ. അത് ദൃഷ്ടാന്തങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഈ ഖുർആൻ തന്നെ വലിയ ദൃഷ്ടാന്തമാണ്. പിന്നെയോ, ബൽ ലില്ലാഹിൽ അംറു ജമീഅ, കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അല്ലാഹുവിൻ്റെയാണ്. ബൽ, എന്നാൽ നബി അങ്ങ് മനസ്സിലാക്കണം, ലില്ലാഹിൽ അംറു ജമീഅൻ, കാര്യങ്ങളുടെ നിയന്ത്രണം അത്രയും അല്ലാഹുവിനാണ്. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഇതൊക്കെ അല്ലാഹുവിൻ്റെ കയ്യിലുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനുള്ളത് ഓരോ ദൃഷ്ടാന്തം എനിക്കും ഉണ്ടാകാൻ തിരക്കട്ടെ എന്ന് അങ്ങ് കരുതേണ്ടതില്ല. വേണോ വേണ്ടെന്നുള്ളത് അതിൻ്റെ നിയന്ത്രണം മറ്റു കാര്യങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ അടുത്താണ്. ഇനി ഇത്തരം ആളുകൾ, ഈ സത്യനിഷേധികൾ മുസ്ലിം ആവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണോ? അതും വേണ്ട. അതാണ് അല്ലാഹു തആല പറയുന്നത്, അഫലം യയഅസിൽ ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ ആളുകൾ നിരാശരായിട്ടില്ലേ? എന്ത്?
അല്ലൗ യശാ അല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദന്നാസ ജമീഅ, മനുഷ്യന്മാരെ ഒന്നടങ്കം നേർവഴിയിലാക്കുമായിരുന്നു എന്ന വസ്തുത ഗ്രഹിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകളുടെ സന്മാർഗ പ്രാപ്തിയെക്കുറിച്ച് നിരാശരായിട്ടില്ലേ? അവിടെ നമ്മൾ ചേർത്തി മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു കേട്ടോ. ആയത്ത് ചുരുക്കിയിട്ടാ പറയും. അഫലം യയ്അസില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾ നിരാശരായിട്ടില്ലേ? എന്തിനെക്കുറിച്ച് നിരാശരായിട്ടില്ലേ? നിഷേധികളായ ഈ ആളുകളുടെ ഇസ്ലാം പ്രവേശനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സന്മാർഗ പ്രാപ്തിയെക്കുറിച്ച്. അല്ലൗ യശാഉ അല്ലാഹു ലഹദന്നാസ ജമീഅ, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് ചേർക്കുമായിരുന്നു എന്നൊരു വസ്തുത മനസ്സിലാക്കി മുഅ്മിനീങ്ങളായ ആളുകൾ ഇവരുടെ ഈ സന്മാർഗ പ്രാപ്തിയെക്കുറിച്ച് നിരാശരായിട്ടില്ലേ? കാരണം മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണം? ഇത് ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും മുഅ്മിനീകളാകുമായിരുന്നു എന്ന വസ്തുത മുഅ്മിനീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ഇവർ അവിശ്വാസത്തിൽ തുടരുന്നത് ഇവർക്ക് പ്രശ്നമാവില്ല. കാരണം എന്താ? അത് അല്ലാഹു തആല അവർ അങ്ങനെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവരുടെ ചെയ്തികൾ കാരണം. അപ്പം ആ ഒരു വസ്തുത മനസ്സിലാക്കിയിട്ട് മുഅ്മിനീങ്ങളായ ആളുകൾ അവർ വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ അവരുടെ സന്മാർഗ പ്രാപ്തിയെക്കുറിച്ച് നിരാശരായിട്ടില്ലേ? നമ്മളങ്ങനെ നിരാശരായിക്കോളെന്നർത്ഥം ഞങ്ങൾ അവരെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ടെന്നർത്ഥം, അവരുടെ ഈമാനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ട. എന്നിട്ട് അല്ലാഹു തആല പറയാ, അവരങ്ങനെ റാഹത്തായി അർമാദിച്ച് നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹുവിൻ്റെ വിജയ വാഗ്ദാനം നടപ്പിലാകുന്നത് വരെ അവർ പല ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് അല്ലാഹു തആല പറയുന്നത്. വലാ യസാലുല്ലദീന കഫറു, കാഫിരീങ്ങൾ ആ സത്യനിഷേധികൾ ആയിക്കൊണ്ടേയിരിക്കും. തുസീബുഹും, അവരെ പിടികൂടിക്കൊണ്ടേയിരിക്കും, അവരെ ബാധിച്ചു കൊണ്ടേയിരിക്കും. ബിമാ സനഉ, അവരുടെ ചെയ്തികൾ കാരണം, അവരുടെ ദുശ്ചെയ്തികൾ കാരണം. എന്ത് ബാധിച്ചുകൊണ്ടിരിക്കും? ഖാരിഅത്തുൻ, ഗുരുതരമായ വിപത്ത്. അപ്പോൾ വലാ യസാലുല്ലദീന കഫറു തുസീബുഹും ബിമാ സനഉ ഖാരിഅ, സത്യനിഷേധികളുടെ ദുശ്ചെയ്തികൾ മൂലം അവരെ ഗുരുതര വിപത്ത് പിടികൂടിയേക്കാം. പിടികൂടിക്കൊണ്ടേയിരിക്കും. വലാ യസാലു എന്ന് പറഞ്ഞാൽ പിടികൂടിക്കൊണ്ടേയിരിക്കും. കാഫിരീങ്ങളെ പിടികൂടിക്കൊണ്ടേയിരിക്കും. ഖാരിഅത്തുൻ, വലിയ വിപത്തുകൾ. ബിമാ സനഉ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത മോശത്തരം കാരണം. ഒന്നുകിൽ അങ്ങനെ എന്തെങ്കിലും വിപത്തുകൾ അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, മുസീബത്തുകൾ, ക്ഷാമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹി, അല്ലെങ്കിൽ ആ വിപത്തുകൾ അവരുടെ വീടിന് സമീപം ഇറങ്ങുകയോ ചെയ്തേക്കാം. ഔ തഹുല്ലു, അല്ലെങ്കിൽ ആ ഖാരിഅത്ത്, ആ വിപത്ത് ഇറങ്ങും ഖരീബൻ മിൻ ദാരിഹിം, അവരുടെ വീടിൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുകിൽ അവർക്ക് തന്നെ ക്ഷാമങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ഏരിയകളിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കും. അതാണ് ഔ തഹല്ലു ഖരീബൻ മിൻ ദാരിഹിം എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഔ തഹല്ലു ഖരീബൻ മിൻ ദാരിഹിം, അല്ലെങ്കിൽ അത് അവരുടെ വീടിന് സമീപം ഇറങ്ങുകയോ ചെയ്തേക്കാം. ഏത്? ആ ഖാരിയ, ആ വിപത്ത് അവരുടെ വീടിന് സമീപം ഇറങ്ങിയേക്കുന്നതാണ് പരിസരത്ത് നിന്നുണ്ടാവുന്ന അർത്ഥം. ഏതുവരെ തുടരും ഇത്? ഹത്താ യഅ്തിയ വഅദുല്ലാഹ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സാക്ഷാത്കൃതമാകുന്നത് വരെ. അല്ലെങ്കിൽ ഹത്താ യഅ്തിയ വഅദുല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സാക്ഷാത്കൃതമാകുന്നതാണ്. രണ്ട് നമുക്ക് അർത്ഥമാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു മക്കം ഫതഹ് വരെ അവർ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു തആല കരാറുകൾ ലംഘിക്കുന്നതേയല്ല, വാഗ്ദത്തം ലംഘിക്കുന്നതേയല്ല. അല്ലാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല. വലോ അന്ന ഖുർആനൻ, ഖുർആൻ എന്ന വാക്കിന് ശരിക്കും അർത്ഥം എന്താണെന്ന് അറിയോ? പാരായണം എന്നാണ്. അതേപോലെ പാരായണ ഗ്രന്ഥം എന്നും അർത്ഥമുണ്ട്. ഇതിൽ നിന്നാണ് പരിശുദ്ധ ഖുർആനിന് അൽ ഖുർആൻ എന്ന് പേര് വന്നത്. സൂറത്ത് യൂസുഫിലെ 2-ാം ആയത്ത് പഠിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. വലൗ അന്ന ഖുർആനൻ സുയിറത് ബിഹിൽ ജിബാൽ, പരിശുദ്ധ ഖുർആനിന്റെ ശക്തി കൊണ്ട് പർവ്വതങ്ങൾ നടക്കുകയോ ഭൂമി തുണ്ടം തുണ്ടമാവുകയോ മരിച്ചവർ സംസാരിക്കുകയോ ചെയ്താലും അവർ വിശ്വസിക്കുകയില്ല. ഔ കുല്ലിമ ബിഹിൽ മൗത്ത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ ശക്തി കൊണ്ട് മരിച്ച ആളുകൾ സംസാരിച്ച പരേതരോട് ആ ഖുർആൻ കൊണ്ട് സംസാരിക്കപ്പെട്ടാലെന്ന് പറഞ്ഞ അർത്ഥം അതിൻ്റെ ശക്തി കൊണ്ട് മരിച്ചവർ സംസാരിച്ചാൽ, മരിച്ച ആളുകൾ എണീറ്റിട്ട് സംസാരിച്ചാൽ പോലും അവർ വിശ്വസിക്കുകയില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇവിടെയുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞതനുസരിച്ച് അല്ലാത്ത മറ്റൊരു വ്യാഖ്യാനം കൂടെ ഇവിടെയുണ്ട്. ഔ തഹല്ലു ഖരീബൻ മിൻ ദാരിഹിം, ഈ വാക്യത്തിന് പിന്നെ
നമ്മൾ നേരത്തെ വ്യാഖ്യാനം പറഞ്ഞത് എങ്ങനെയാണ്? അവരുടെ വീടിന് സമീപം ആപത്ത് വന്നിറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? അവരുടെ വീടിന് സമീപം ആപത്തുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ അതിന് അർത്ഥം പറഞ്ഞത്. ഇനി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അവരുടെ വസതിക്കു സമീപം ഇറങ്ങി ചെല്ലും എന്നൊരർത്ഥം അതിനുണ്ട്. ഔ തഹല്ലു ഖരീബൻ മിൻ ദാരിഹിം, നബിയെ അങ്ങ് അവരുടെ വീടിനു സമീപം ഇറങ്ങി ചെല്ലും, അങ്ങനെയും ഒരർത്ഥം അതിനുണ്ടാവാം. അത് മക്ക വിജയം പൂർത്തിയാവുന്നത് വരെ, മക്ക വിജയം വഴി ഇസ്ലാമിൻ്റെ വിജയം പൂർത്തിയാവുന്നത് വരെ പരിസരങ്ങളിലുള്ള ഓരോ നാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജയിച്ചടക്കിക്കൊണ്ടിരിക്കും എന്നായിരിക്കും അപ്പോൾ അതിൻ്റെ സാരം, ആശയം. ഒരു വിഭാഗം മുഫസ്സിറുകൾ അങ്ങനെയാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞത് അവരുടെ വീടിൻ്റെ അടുത്ത് വസതിക്ക് സമീപം ആപത്തുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അവ രണ്ട് തഫ്സീറുകളാണ് എന്നർത്ഥം. അഫലം യഅ്സല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ നിരാശരായിട്ടില്ലേ എന്നാണ് അല്ലാഹു തആല ഇവിടെ ചോദിക്കുന്നത്. അവിശ്വാസികൾ ഖുർആൻ അംഗീകരിക്കാത്തതിൻ്റെ കാരണം നല്ലപോലെ അറിയാവുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾക്ക് ശരിക്കറിയാം അവർ വിശ്വസിക്കാത്തത് ഇതിൽ സത്യമുണ്ടെന്ന് മനസ്സിലായിട്ടില്ല, അവരെ ധിക്കാര മനസ്ഥിതി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇനി വിശ്വസിക്കുമെന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നർത്ഥം. അഫലം യഅ്സല്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾ നിരാശരായിട്ടില്ലെന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 32-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. മക്കയിലെ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്. ശാരീരികമായ പീഡനങ്ങൾ വശത്ത്, മാനസികമായ പീഡനങ്ങൾ വേറെ. 40 കൊല്ലക്കാലം അംഗീകരിച്ച് നടന്ന ആളുകളാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി അംഗീകരിച്ച് നടന്ന ആളുകളാണ്, അവിടുത്തെ ആദരിച്ച ആളുകളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയുകയാണ്, പിന്നെ അങ്ങോട്ട് പരിഹസിക്കുകയാണ്, ദ്രോഹിക്കുകയാണ്. ആർക്കാരും വല്ലാത്ത മനപ്രയാസം ഉണ്ടാവില്ലേ? അതും എന്തിനാണ് ഈ പരിഹാസം, ഉപദ്രവമൊക്കെ ഏൽക്കുന്നത്? അവരെ സത്യത്തിലേക്ക് നയിച്ചതിൻ്റെ പേര്, നന്മയിലേക്ക് അവരെ നയിച്ചതിൻ്റെ പേര്, ക്ഷണിച്ചതിൻ്റെ പേര്. അപ്പോൾ ഒരു കൂട്ടരെ നന്മയിലേക്ക് ക്ഷണിച്ചത് കാരണം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ്. സ്വാഭാവികമായിട്ട് മനപ്രയാസം ഉണ്ടാവില്ലേ? അല്ലാഹു തആല അവിടുത്തെ സമാധാനിപ്പിക്കുകയാണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് മനപ്രയാസം തോന്നേണ്ട കാര്യമില്ല. അങ്ങേക്ക് പ്രവാചകന്മാർ നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുക എന്നത് ലോകത്ത് പണ്ടേയുള്ള കാര്യമാണ്. അങ്ങയുടെ മുമ്പ് എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യത്തിൽ. അങ്ങനെ നിഷേധിക്കുന്ന, അർമാദിക്കുന്ന പല കാഫിറുകളെയും ചിലപ്പോൾ അല്ലാഹു തആല പെട്ടെന്ന് ശിക്ഷിക്കാതെ കുറച്ചുകൂടെ താമസം ചെയ്തു കൊടുത്തു എന്ന് വന്നേക്കാം. പെട്ടെന്ന് അവരെ നശിപ്പിക്കില്ല, അവർക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു പതിവാണ്. എന്തിനാണ് അങ്ങനെ സമയം കൊടുക്കുന്നത്? അവർ പശ്ചാത്തപിക്കുമോ ഇല്ലേ എന്ന് നോക്കാനാണ്. നേരെ പശ്ചാത്തപിച്ച് മടങ്ങി ദീനിലേക്ക് വരുമില്ല എന്ന് നോക്കാൻ സമയം കൊടുക്കും. ഞാൻ നിഷേധം തുടരുകയാണെങ്കിൽ അല്ലാഹു തആല അവസാനം അവരെ പിടികൂടുകയും ചെയ്യും. അതാണ് രീതി. അതുകൊണ്ട് താങ്കൾ സങ്കടപ്പെടേണ്ട. ഇവരുടെയും ഈ മക്കയിലെ മുശ്രിക്കുകളുടെയും ഒക്കെ ഗതി അത് തന്നെയായിരിക്കും. 32-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഅംലൈതു ലില്ലദീന കഫറൂ സുമ്മ അഖൽതുഹും ഫകൈഫ കാന ഇഖാബ്. വലഖദ് ഇസ്തുഹ്സിഅ, തീർച്ചയായും പരിഹാസവിധേയരായിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ബിറുസുലിൻ മിൻ ഖബ്ലിക, അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാർ, അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാരെ കൊണ്ടും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പരിഹാസവിധേയരായിട്ടുണ്ട്. ഫഅംലൈതു, അങ്ങനെ ഞാൻ അവർക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ലില്ലദീന കഫറു, നിഷേധികളായ ആളുകൾക്ക് ഞാൻ നീട്ടിക്കൊടുത്തിട്ടുണ്ട്, സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഫഅംലൈതു ലില്ലദീന കഫറു, അപ്പോൾ അവർ നിഷേധിച്ചപ്പോൾ, പ്രവാചകന്മാരെ കളിയാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അംലൈതു എന്ന് പറഞ്ഞാൽ സമയം നീട്ടിക്കൊടുത്തു, ഞാൻ സമയം നീട്ടിക്കൊടുത്തു. എന്നിട്ടോ പിന്നെ അവർ ശരിയായില്ല, അതേ തുടരുകയാണ് ചെയ്തത്. അപ്പോഴോ സുമ്മ അഖൽതുഹും, അപ്പം പിന്നീട് ഞാനവർ പിടികൂടി. സുമ്മ അഖൽതുഹും, പിന്നീട് ഞാനവർ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിടികൂടിയപ്പോൾ ഫകൈഫ കാന ഇഖാബ്, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ശിക്ഷ? എന്നാൽ ഗുരുതരമായിരുന്നു എന്നർത്ഥം. 33-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബഹുദൈവാരാധകരായ ആളുകളുടെ
തികഞ്ഞ മൗഢ്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മുശ്രിക്കുകൾ ആരാധിച്ചു വരുന്ന ബിംബങ്ങളുടെ ദൈന്യതയെക്കുറിച്ച് പറയുകയാണ്. വ്യാജ ദൈവങ്ങളായ ബിംബങ്ങൾ എത്ര വലിയ ദൈന്യതയാണ് അർഹിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യന്മാർ കണ്ണും കാതും കൈകാലുകളും ഒന്നുമില്ലാത്ത, അറിവും തൻ്റെ ഇടവും ജീവൻ പോലുമില്ലാത്ത ഈ ബിംബങ്ങളെ ആരാധിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയം തന്നെയല്ലേ, സാധാരണ തോന്നില്ലേ. അള്ളാഹുവിൻ്റെ പങ്കാളികളാണ് ഈ ബിംബങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുന്ന ഈ ബിംബങ്ങൾക്ക് എന്തെങ്കിലും മേൽവിലാസം ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ പങ്കുകാരാണ് എന്ന് പറയുന്ന ഈ ബിംബങ്ങൾക്ക് എന്തെങ്കിലും മേൽവിലാസമോ അഡ്രസ്സോ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമെന്ന് വിവരിച്ചു തരൂ, ഞങ്ങൾ കേൾക്കട്ടെ, ഒന്ന് കാണാമല്ലോ. ഓരോ നാട്ടുകാരും ഓരോ പേര് വിളിച്ച് പലതിനെയും ആരാധിക്കുകയാണ്. ഒന്നിനും കൃത്യമായ മേൽവിലാസം പോലുമില്ല. ഒരു നാട്ടുകാരുടെ ദൈവങ്ങളെ തൊട്ടടുത്തുള്ള മറ്റു നാട്ടുകാർക്ക് അറിയില്ല. അവരാരാധിക്കുന്നത് വേറെ പലതിനായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ പേരിട്ടിട്ട് ഓരോന്നിനോട് ആരാധിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ദൈവങ്ങൾക്ക് കൃത്യമായ മേൽവിലാസമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. പ്രപഞ്ചം മുഴുവനും സംരക്ഷിക്കുകയും പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഓരോ വ്യക്തിയുടെയും മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവും നിങ്ങൾ കരിങ്കല്ല് കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ പ്രതിമയും ഇത് തമ്മിൽ എന്തു സാമ്യമാണ്? അള്ളാഹുമായി എന്തെങ്കിലും സാദൃശ്യമോ സാമ്യമോ ഈ ബിംബങ്ങൾക്കുണ്ടോ? ഉണ്ട് എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയൂ? അതോ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത ദൈവങ്ങളാണോ നിങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അള്ളാഹ്ക്ക് അറിയാത്തത് നിങ്ങൾ അവൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അള്ളാഹുവിന് അറിയാത്ത കാര്യം, അതായത് ഈ ബിംബങ്ങൾ ദൈവങ്ങളാണ് എന്ന് അള്ളാഹുവിന് അറിയാത്ത കാര്യം നിങ്ങൾ അവനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? ഇങ്ങനെയൊക്കെ പരിഹാസാത്മകമായ രൂപത്തിലാണ് അള്ളാഹു തആല അവരെ ചോദ്യം ചോദിച്ചു മുട്ടുകുത്തിക്കുന്നത്. അള്ളാഹുവിൻ്റെ പങ്കുകാർ എന്ന മേൽവിലാസത്തിൽ മുശ്രിക്കുകൾ പ്രചരിപ്പിക്കുന്ന ഈ ദൈവങ്ങളുടെ സ്ഥിതി അതിദയനീയം തന്നെയാണല്ലോ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് വജഅലൂ ലില്ലാഹി ശുറകാഅ ഖുൽ സമ്മൂഹും അം തുനബ്ബിഊനഹു ബിമാ ലാ യഅലമു ഫിൽ അർളി അം ബിളാഹിരിൻ മിനൽ ഖൗൽ ബൽ സുയ്യന ലില്ലദീന കഫറൂ മക്റുഹും വസുദ്ദൂ അനിസ് സബീൽ വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലേ? നോക്കൂ, അവസാനത്തെ നമ്മളിപ്പോൾ ഓതിയ ആയത്ത്. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന അള്ളാഹു. അഫമൻ ഹുവ ഒരാളാണോ, ഖായിമുൻ അഫമൻ ഒരാളാണോ, ഹുവ അവൻ, ഖായിമുൻ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ആളാണ്, അലാ കുല്ലി നഫ്സിൻ ഓരോരുത്തരെയും, ബിമാ കസബത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞാൽ ഓരോ വ്യക്തിയും എന്തു ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ആണോ? എന്താണോ? ഈ ദൈവങ്ങളെ പോലെയാണോ? നമ്മളോട് മനസ്സിലാക്കണം, ചേർത്ത് മനസ്സിലാക്കണം. ഈ ദൈവങ്ങളെ പോലെയാണോ? ഏത് ദൈവങ്ങളെ പോലെ? ഇവരാരാധിക്കുന്ന ബോധമില്ലാത്ത, ജീവനില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത, കണ്ണും കാതും കേൾവിയുമില്ലാത്ത ഈ വ്യാജ ദൈവങ്ങളായ ബിംബങ്ങളെ പോലെയാണോ അല്ലാഹു തആല? അഫമൻ ഹുവ ഖായിമുൻ എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഈ ബിംബങ്ങളെ പോലെയാണോ? മനസ്സിലായല്ലോ ആയത്ത്. വജഅലൂ ലില്ലാഹി ശുറകാഅ അവര് നിഷേധികളായ ആളുകൾ അള്ളാഹുവിന് പങ്കുകാർ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ബിംബങ്ങളൊക്കെ അള്ളാഹിന്റെ ശുറകാ ആണെന്നാണ് പറയുന്നത്, പങ്കുകാരാണെന്നാണ് പറയുന്നത്. ഖുൽ നബിയെ, ഞങ്ങൾ ചോദിച്ചു നോക്കൂ അവരോട്, സമ്മൂഹും നിങ്ങൾ ആ ദൈവങ്ങളുടെ പേര് വിവരങ്ങളൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളില്ലേ, അതിൻ്റെ പേര് വിവരങ്ങളും അഡ്രസ്സും മേൽവിലാസമൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. അങ്ങനെ പറഞ്ഞു തരുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ എന്താണ് അവർ പങ്കുകാരാൻ അർഹത എന്താണെന്ന് വിവരിച്ചു തരുന്നതിൻ്റെ അർത്ഥം. സമൂഹം എന്ന് പറഞ്ഞാൽ ആ ബിംബങ്ങളുടെ മേൽവിലാസം അല്ലെങ്കിൽ പേര് വിവരങ്ങളോ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം എന്താ? ആ ബിംബങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്നാണ്. എന്നാൽ ആ പങ്കുകാരാകാനുള്ള അർഹത എന്താണ് എന്ന് വിവരിച്ചു തരൂ.
അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ കുറേ പേരിട്ട് ഇങ്ങനെ കുറേ ബിംബങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ആരാധിക്കുക. അതല്ലാതെ അതിന് അള്ളാഹുവിൻ്റെ പങ്കുകാരാവാൻ അർഹത എന്താണെന്ന് വിവരിച്ചു തരൂ. ഇനി അതല്ല, തുനബ്ബിഊനഹു, നിങ്ങൾ അള്ളാഹുവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ, അള്ളാഹുവിന് നിങ്ങൾ അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുകയാണോ, ബിമാ ലാ യഅലമു, അള്ളാഹുവിന് അറിയാത്തത് ഫിൽ അർളി, ഭൂമിയിൽ അവന് പങ്കുകാരുണ്ട് എന്ന വിവരം അവൻ അറിയാത്ത വിഷയമാണ്, എന്നിട്ട് അത് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ? മനസ്സിലാവും നമുക്ക്. തുനബ്ബിഊനഹു ബിമാ ലാ യഅലമു ഫിൽ അർള്, അതോ ഭൂമിയിൽ അവൻ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ല പോൽ, അള്ളാഹിന് അറിയില്ല അള്ളാഹിന് പങ്കുകാരുണ്ട്, ആ അറിയാത്ത വിഷയം നിങ്ങൾ അവൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? പരിഹസിക്കുകയാണ്, പരിഹാസാത്മകമായ ചോദ്യമാണ്. അതല്ല അംബില്ലാഹിൽ ഖൗൽ, അതല്ല വെറുതെ ചില ഉപരിപ്ലവ പ്രസ്താവങ്ങളാണോ ഇത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് നിങ്ങൾ വെറുതെ പുറമേ പറയുന്നതാണോ? അംബില്ലാഹിൽ ഖൗലി, നിങ്ങൾ വെറുതെ പുറമേ പറയുന്നതാണോ? എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ബൽ, അങ്ങനൊന്നുമല്ല കാര്യം, വസ്തുത അതൊന്നുമില്ല. ബൽ, വസ്തുത ഇതൊന്നുമല്ല. പിന്നെയോ, സുയ്യിന, ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്, ലില്ലദീന കഫറു, സത്യനിഷേധികളെ ആളുകൾക്ക്, മക്രുഹും, അവരുടെ കുതന്ത്രങ്ങൾ. സുയ്യിന ലില്ലദീന കഫറു മക്രുഹും, തങ്ങളുടെ കുതന്ത്രങ്ങൾ നിഷേധികൾക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചു ചിന്തിച്ചു, അത് വലിയ ഉസാറാണെന്ന് അവർക്ക് തോന്നി, അങ്ങനെ ഒരു ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു. വസുദ്ദു അനിസ് സബീൽ, അങ്ങനെ സന്മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിപ്പിക്കപ്പെടുകയും ചെയ്തു, തടയപ്പെടുകയും ചെയ്തു. വസുദ്ദു അനിസ് സബീൽ, അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയ കുതന്ത്രങ്ങൾ ഭംഗിയായി തോന്നി, അതനുസരിച്ച് അവരെന്താക്കി? വസുദ്ദു അനിസ് സബീൽ, സന്മാർഗത്തിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. വമൻ യുദ്ലിലില്ലാഹു, അല്ലാഹു തആല ആരെങ്കിലും വഴിതെറ്റിക്കുന്നുവെങ്കിൽ ഫമാലഹു മിൻ ഹാദ്, അവന് ഒരു മാർഗദർശകനും ഉണ്ടാവില്ല. ഹാദ് എന്ന് പറഞ്ഞാൽ മാർഗദർശകൻ. അം തുനബ്ബിഊനഹു ബിമാ ലാ യഅലമു ഫിൽ അർളി ബിളാഹിൽ മിനൽ ഖൗൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത ചില പങ്കാളികൾ ഈ ഭൂമിയിൽ അവനുണ്ട് എന്നൊരു വിവരം നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് പച്ചക്കള്ളമാണ്. കാരണം ഭൂമിയിൽ അള്ളാഹു അറിയാത്ത ഒന്നും തന്നെ ഇല്ല. അള്ളാഹ് അറിയാത്ത എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതല്ല, സത്യം എന്താണ് എന്നത് നോക്കാതെ നിരർത്ഥകമായ വെറുമൊരു വാക്കായി നിങ്ങളത് പറയുകയാണോ? അംബില്ലാഹിൽ മിനൽ ഖൗൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല, തള്ളിക്കളയാം. അവരെ ശരിക്കും ചോദിച്ചിട്ടാണ് ഉത്തരം മുട്ടിക്കുക. ബൽ സുയ്യിന ലില്ലദീന കഫറു മക്റുഹും വസുദ്ദു അനിസ് സബീൽ, അവരിങ്ങനെ ആയിത്തീരാനുള്ള കാരണം പറയുകയാണ് അല്ലാഹു തആല. വാസ്തവം ഈ പറഞ്ഞതൊന്നുമല്ല. മനസ്സിലുദിക്കുന്ന ഏതു തരം വെട്ടിത്തരവും മുശ്രിക്കുകൾക്ക് ഭംഗിയായി തോന്നുകയാണ്. അത് നല്ലതാണെന്ന് തോന്നണമെന്നില്ല, അതിനെ അംഗീകരിക്കണം. അതുകൊണ്ട് ഇനി അവരെ ഗുണദോഷിച്ചിട്ട് കാര്യമില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്ന ഏത് അതിക്രമവും തോന്നിവാസവും അലങ്കാരമായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. പിന്നെ പോലെ ഉപദേശിച്ചിട്ട് എന്താ കാര്യം? അതായത് ഈ ദുർമാർഗവും സത്യനിഷേധവും ഒക്കെയാണ് നല്ലത് എന്ന് തോന്നിപ്പിച്ച് പിശാച് അവരെ കുതന്ത്രത്തിൽ കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ്. അങ്ങനെ നേർവഴി കാണാൻ കഴിയാത്ത വിധം അവർ അകന്നു പോയിട്ടുണ്ട്. രക്ഷപ്പെടാൻ അവർക്ക് സ്വയം താല്പര്യമൊട്ടില്ലതാനും. അത്തരക്കാരെ പിന്നെ സന്മാർഗത്തിൽ എത്തിക്കാൻ ആർക്കാ കഴിയുക? അമാരഹു മിൻ ഹാദ്, ആർക്കും കഴിയില്ല. 34-ാമത്തെ ആയത്ത് നോക്കൂ. ഇനി ഇത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹും അദാബുൻ ഫിൽ ഹയാത്തിദ് ദുനിയ വലഅദാബുൽ ആഖിറതി അശഖ് അമാ ലഹും മിനല്ലാഹി മിൻ വാഖ്. ലഹും, അവർക്കുണ്ട്, അദാബുൻ, ശിക്ഷയുണ്ട്, ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ, ഇഹലോകത്തിന് അവർക്കെന്തുണ്ട്? ശിക്ഷയുണ്ട്. പക്ഷേ വലഅദാബുൽ ആഖിറതി അശഖ്, പരലോകത്തെ ശിക്ഷയാണ് അശഖു, ഏറെ ദുഷ്കരം, ഏറ്റവും പ്രയാസകരമായത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പരലോകത്തെ ശിക്ഷയാണ്. വമാ ലഹും മിനല്ലാഹി, വമാ ലഹും, അവർക്കില്ല, മിനല്ലാഹി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ, മിൻ വാഖിൻ, കാത്തു സംരക്ഷിക്കാൻ ഒരു രക്ഷകനും തന്നെ ഇല്ല. വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ കാത്തു സംരക്ഷിക്കാൻ ഒരു രക്ഷകനും തന്നെ ഇല്ല. വാക്ക് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ആൾ, സംരക്ഷിക്കുന്ന ആൾ എന്നൊക്കെയാണ് അർത്ഥം. ഇത്രയുമാണ് ഇന്നത്തെ ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി.
അള്ളാഹുവെ ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കണം. തമ്പുരാന് ആഖിറത്തിലേക്ക് വരവ് വെക്കുന്ന ഒരു അമലായി ഖബൂൽ ചെയ്യണം. അള്ളാഹ് ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണം. അള്ളാഹ് മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മുഫസ്സിരീങ്ങൾക്കും ക്ലാസ് കേൾക്കുന്നവർക്കും എല്ലാവർക്കും ദുആവും വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും റാഹത്തും സന്തോഷവും സലാമത്തും നൽകണം. തമ്പുരാന് നമ്മളെല്ലാവരുടെയും എല്ലാ മുറാദുകളും ഹാസിലാക്കണം. അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും വശങ്ങളും നീക്കി സലാമത്ത് നൽകണം. തമ്പുരാന് നിന്റെ ഹിദായത്തിൽ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണം. അള്ളാഹ് ഞങ്ങളുടെ മാക്കത്ത് നന്നാക്കി തരണം. തമ്പുരാന് اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله رد وعسينا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.